ജീവിതത്തിലേക്ക് അതെ ഏറ്റവും പ്രധാനപ്പെട്ട തീരെ അപ്രതീക്ഷിതമായിരുന്നു. ഞാനവിടെ ഈ ആ ചണ്ഡീഗഡ് അപ്പോയിൻമെൻറ്റ് കിട്ടി എന്നോടെ പോയി. സോ ഐ മെറ്റ് മൈ വൈഫ് ദെയർ. ഷീ വാസ് ഇൻ ദി ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. ഒരു അമൃത്സർ ഡെൻ്റൽ കോളേജിൽ. അവരുടെ കുടുംബം പാകിസ്ഥാൻ ഇപ്പോഴത്തെ പെഷവാറിലാണ് അവർ ജനിച്ചത്. അതിനിപ്പോഴത്തെ ഒരു എന്തോ ഒരു പേരുണ്ട് ആ പ്രോവിൻസിൽ. അവിടെയാണ് അവർ ജനിച്ചത്. അവർക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഈ പാർട്ടിഷൻ. അവരുടെ അച്ഛനൊരു ജഡ്ജായിരുന്നു. അപ്പോൾ ആ പാർട്ടിഷൻ കഴിഞ്ഞ് അദ്ദേഹം ഈ ഡൽഹിക്ക് തെക്ക് അദ്ദേഹം വന്നിട്ടേ ഇല്ല. അദ്ദേഹത്തിന് യാതൊന്നും അറിയാനും പാടില്ല. തെക്കെന്ന് വെച്ചാൽ മദ്രാസ്, എല്ലാം മദ്രാസാണ്. ആന്ധ്ര, കർണാടക, അതൊന്നും അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. ഈവൻ സദേൺ നമ്മുടെ അമൃത്സർ ഈ ഗോൾഡൻ ടെമ്പിൾ അല്ലാതെ ദേ നെവർ കൺസിഡേർഡ് പഞ്ചാബ് ഡെവലപ്ഡ് പ്ലേസ്. എല്ലാം ലാഹോർ ആ ഭാഗമാണ്. അതെ അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഹി ഓപ്റ്റഡ് ഫോർ പാകിസ്ഥാൻ. പക്ഷെ അത് കഴിഞ്ഞ് ഈ പാർട്ടിഷൻ വന്ന് ഈ പിന്നെ നമ്മുടെ ബോർഡർ വരയ്ക്കുന്നൊരു ദർ വാസ് എ ജഡ്ജ്, ബ്രിട്ടീഷ് ജഡ്ജ് ഹു ഡ്രൂ ദറ്റ് ലൈൻ. ആ പേര് ഞാൻ മറന്നുപോയി. റാഡ്ക്ലിഫ്. ആ റാഡ്ക്ലിഫിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്ന അതിൻ്റെ തലേ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ജഡ്ജ്, എ മുസ്ലിം, he came to him and said, Sethi Saab, I can arrange a truck for you tonight. You must leave. Tomorrow I will not be able to do it because things are very bad. So he got the warning. അന്ന് രാത്രിയിൽ he with his daughters, ഒരു മകനുള്ളതായിട്ട് he was already employed in India. അവരെല്ലാം കൂടെ അവിടുന്ന് they left overnight, came and Gurdaspur, they got a refugee camp. അവിടെ 3-4 ദിവസം താമസിച്ച് അത് കഴിഞ്ഞാണ് ഹി ഗോട്ട് എ പോസ്റ്റിംഗ്. അങ്ങനെയാണ് അവർ വരുന്നത്. അവർക്കത് മൈ വൈഫ് ഹാസ് വെരി ഫെയിൻറ്റ് മെമ്മറി. 5 വയസ്സേ ഉള്ളൂ. ബട്ട് ഇറ്റ് വാസ് എ വെരി ഹാർഡ് ലൈഫ്. ഐ ഹാവ് ടോക്ക് ടു മൈ ഫാദർ ഇൻ ലോ, ബട്ട് ഹി വാസ് വെരി ഫിലോസോഫിക്കൽ. ബിറ്റർനെസ് ഒന്നുമില്ല. അതെ അതെ, വർഷത്തിൽ ആ കാലത്ത് യുനോ വി ആർ കൺസർവേറ്റീവ് പീപ്പിൾ. ദർ ഇസ് നത്തിങ് ലൈക്ക് ഡേറ്റിംഗ് ആൻഡ് ഓൾ ദാറ്റ്. ഇറ്റ് വാസ് അൺനോൺ. യു കാൻറ്റ് ഗോ ഫോർ ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഈറ്റ്. അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഈവൻ ദർ ഇവിടെയും ഇല്ല. പക്ഷേ ഞാൻ ലൈബ്രറി ഇരിക്കും, ഇവരും വരും ലൈബ്രറിയിൽ. സോ ബോത്ത് ഓഫ് us were ലൈബ്രറി ഫ്രീക്വൻറ്റ്. അവിടെയാണ് വി സ്റ്റാർട്ട് ടോക്കിംഗ്. So I liked the way the talk was going. പ്രേമോ അങ്ങനെയൊന്നുമില്ല. We were talking about history or whatever it is. Then I decided one day, എനിക്കെന്താ 30 വയസ്സാവുന്നു, I thought I could live with this woman. So I went to my, എങ്ങനെ ഇത് പറയാൻ പ്രയാസമാണ്. So I went to my director, Santokh Singh Anand. This is Sardarji, very famous surgeon in Punjab. So I went to him. So I told him, sir, I'd like to talk to you something personal. So he sort of stared at me as he went and closed the door. Tell me. So I told him, sir, I would like to marry this Ashima Sethi. He said, my dear boy, does she want to marry you? So I told him, sir, I have not asked, but I think she will agree. Then he said, I know the family, they are very good people. I know Sethi Saab. I will take you with me, Amritsar. ഞാൻ പറഞ്ഞു, sir, that will be because he is a very big man, intimidating. So I said, sir, it is better that you write a letter to him, then I'll go and see them. So he wrote a letter. അങ്ങനെയാണ് ഞാൻ അമൃത്സറിൽ പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരെ കാണാൻ പോകുമ്പോൾ they were very nice. പക്ഷേ അവർക്കുള്ള വിഷമം എനിക്ക് മനസ്സിലായി. സന്തോഷ് സിംഗ് ആനന്ദ് has written a very superlative letter. പക്ഷേ അദ്ദേഹം എൻ്റെ ഒരു സർജൻ കൊളീഗ് അങ്ങനെയാണ് കാണുന്നത്. അവർക്കറിയേണ്ടത് വീട് എവിടെയാണ്, വീട് എന്ത് തരം ഫാമിലിയാണ്, ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കറിയേണ്ടത്. അവരുടെ സ്റ്റാൻഡിങ് എന്താണ് അവരുടെ നാട്ടിൽ, അതൊന്നും സന്തോഷ് സിംഗ് ആനന്ദ പറയാൻ ഒക്കില്ല. അപ്പോൾ അവർക്ക് അറിയുന്ന ഒരാളാവണം. എൻ്റെ പശ്ചാത്തലമൊക്കെ അറിയുന്ന ആളാണ്. അങ്ങനെ ഒരാളെ കിട്ടണം. അത് വലിയ പ്രയാസമാണ്. അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി പട്ടം താണുപിള്ള ഈസ് ദ റൈറ്റ് പേഴ്സൺ. എന്നെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പഞ്ചാബ് ഗവർണറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അന്ന് ആന്ധ്രയിൽ ഗവർണറായിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആന്ധ്രയിലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എഴുതി അയച്ചു,
എനിക്കിങ്ങനൊരു അദ്ദേഹം ഉടനെ എഴുതി വെരി നൈസ് ലെറ്റർ, ഈ നോർത്ത് ആൻഡ് സൗത്ത് ഷുഡ് കം ടുഗദർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം. സോ 57 വർഷമായി. അതെ അതെ. പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച പ്രയാണം പിന്നീട് അതെ അതെ ആദ്യം അമേരിക്കയിലേക്ക് പോകുന്നു, അമേരിക്കയിൽ തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് IIT മദ്രാസിലും റെയിൽവേ ഹോസ്പിറ്റലുമായിട്ട് കടന്നു പോകുന്ന ഒരു കാലയളവിലാണ് 74 ശ്രീചിത്രയിലേക്ക് ഒരു ക്ഷണം കിട്ടുന്നത്. അതെ, ശ്രീചിത്രയുടെ ഡയറക്ടറായി ഡോക്ടർ വല്യത്തൻ വന്നു എന്ന് മാത്രമേ പൊതുവെ അറിയുന്നുള്ളൂ. അതെ. പക്ഷെ എങ്ങനെയാണ് വന്നത്? ഡോക്ടറെ ഡയറക്ടറായിട്ട് ക്ഷണിക്കുകയായിരുന്നു. അവസ്ഥ അതൊരു തീരെ അവിചാരിതമായിട്ടാണ്. ഞാൻ ഇന്ത്യയിൽ മടങ്ങി വരുന്നത് ആ സമയം അമേരിക്കയിൽ നിന്ന് 1972. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് എവിടെയെങ്കിലും പോയി, അതല്ല എൻ്റെ ഉദ്ദേശം. എനിക്കൊന്ന് കാർഡിയാക് സർജറി ചെയ്യണം, രണ്ടാമത് കാർഡിയാക് സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, അതായത് വിശേഷിച്ചും ഈ ഡിസ്പോസിബിൾ തിങ്സ് ലൈക്ക് ഓക്സിജനേറ്റർ, ഹാർട്ട് വാൽവ്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രാഫ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാം ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ളത് നമ്മളിവിടെ വികസിപ്പിക്കണം. അതായത് അതേ വെളിയിൽ നിന്ന് വരുന്നത് പോലുള്ള ക്വാളിറ്റി, അതേസമയം വില അതിനെക്കാട്ടിൽ വളരെ കുറച്ച്, അങ്ങനെ അതിനുള്ളൊരു സൗകര്യം ഉണ്ടാവണം. പക്ഷേ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ഒരു യങ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി, റിസർച്ച് ഫെലോസ്, അങ്ങനെയുള്ളവരും കൂടെ വന്നെങ്കിലേ ഒരു അവിടുത്തെ അന്തരീക്ഷം ഇതിന് ശരി ഒരു അങ്ങനെയുള്ളൊരു ടീച്ചിങ് അക്കാഡമിക് എൻവയൺമെൻറ്റ് അത് യോജിച്ച് കിട്ടണം. ഇതിനാണ് ഞാൻ ഡൽഹി ശ്രമിച്ചു, അത് നടന്നില്ല, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് മദ്രാസ് IITയിൽ ഞാൻ വന്നു. അവരെന്നെ ക്ഷണിച്ചു അവിടുത്തെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് റെയിൽവേ ഹോസ്പിറ്റൽ ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷേ അവിടെ ഒരു വർഷം ഞാൻ അവിടെ ശ്രമിച്ചു, പക്ഷേ അത് നടക്കില്ല എന്ന് എനിക്ക് ബോധ്യമായി. ചില IITയിൽ എല്ലാം പഠിപ്പിക്കുകയുള്ളൂ, ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്, അതിൻ്റെ ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവിടെ, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ അവിടെ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഇലക്ട്രോണിക്സ്, സ്ട്രക്ചേഴ്സ്, അതൊക്കെ ഉണ്ട് അവിടെ, പഠിപ്പിക്കും. പക്ഷെ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ സാധിക്കില്ല, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ സാധിക്കില്ല. എനിക്കതാണ് വേണ്ടത്. അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത്, വെറുതെ ഇനിയും പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങിയാലോ, അങ്ങനെയുള്ളൊരു കാലഘട്ടം വന്നു. ഒരു വർഷം തീരായ എനിക്ക് വയസ്സ് 40 അന്നാണ് വളരെ പെട്ടെന്ന് അച്യുതമേനോൻ്റെ ഗവൺമെൻറ്, അവിടുത്തെ ഒരു കേരളത്തിലെ ആ കാലം വളരെ ഒരു പ്രധാനപ്പെട്ട കാലമാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് 1866 ആയില്യം തിരുനാളിൻ്റെ കാലം. അന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ വരുന്നത്. അതെ, കൽക്കട്ട ബ്രിട്ടീഷ് അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. അവരാദ്യമായിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ആശുപത്രിയും മെഡിക്കൽ കോളേജും എല്ലാം. അങ്ങനെയാണ് പ്രസിഡൻസി കോളേജ് 1856. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങി തിരുവനന്തപുരത്ത്. അവിടുത്തെ പോലെ ഇവിടെയും ബ്രിട്ടീഷ് പ്രൊഫസേഴ്സ് വന്നിരുന്നു. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ കയറുമ്പോൾ ഹാർവി, റോസ്, അവരുടെയൊക്കെ പെയിൻറ്റിംഗ് ഉണ്ട്. അതെ, അത് ടീച്ചറായിരുന്നു റോസ്. അപ്പോൾ ഇവരൊക്കെ വലിയ നല്ല ടീച്ചേഴ്സാണ്. അവർ ഇംഗ്ലീഷ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഫിസിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്ട്സൊക്കെ പഠിപ്പിക്കും. ആ 1966 മുതൽ അവൾ ഇത് സബ്ജക്ട്സ് പഠിച്ചു. നമ്മുടെ ആളുകൾ പാസ്സായി. പരീക്ഷയൊക്കെ വളരെ ടഫാണ്. അത് കഴിഞ്ഞ് അവരെന്താ ചെയ്തത്, ജോലി എടുക്കും, ടീച്ചേഴ്സായിട്ട് പോകും. അത് വലിയൊരു സേവനമാണ്. ശാസ്ത്രത്തിനോടൊരു താല്പര്യം ഉണ്ടാക്കുക, പുതിയ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അതൊക്കെ ചെയ്തു. പക്ഷേ ഇവരാരും റിസർച്ച് ചെയ്യുക, ഗവേഷണം ചെയ്യുക, അത് ചെയ്തിട്ടില്ല. അതായത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അതൊക്കെ അതിൽ ഗവേഷണം ചെയ്ത് മനുഷ്യർക്ക് ഉപകാരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള റിസർച്ച്, ആ ഒരു പാരമ്പര്യം നമുക്കില്ല. പഠിപ്പിക്കുക, അതേ ഉള്ളൂ. കൽക്കട്ടയിൽ അങ്ങനെയല്ല. PC റേ വലിയ ഒരു ഉദാഹരണം. അദ്ദേഹം അവിടെ പ്രസിഡൻസി കോളേജിൽ പഠിച്ചു, പരീക്ഷയൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് അദ്ദേഹം കെമിസ്ട്രിയാണ് സബ്ജക്റ്റ്. അദ്ദേഹം ബംഗാൾ കെമിക്കൽസ് സ്ഥാപിച്ച ഒരു വ്യവസായം. എന്നുവെച്ചാൽ ഇതിൻ്റെ റിസർച്ചിൻ്റെ ഗുണം ആളുകൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രി തുടങ്ങി. അങ്ങനെയുള്ളത് ഇവിടെ ആലോചിക്കാനേ പറ്റില്ല. നമുക്കതിൻ്റെ ഒരു പാരമ്പര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ വന്ന യൂണിവേഴ്സിറ്റികൾ വന്നു, കോളേജുകൾ വന്നു, ഇതൊക്കെ വന്നെങ്കിലും ആ ഒരു ഗവേഷണ പാരമ്പര്യം അതില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് അച്യുതമേനോൻ്റെ കാലത്താണ്. അത് അദ്ദേഹം ഈ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് തുടങ്ങി കേരളത്തിൽ. സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ തുടങ്ങി. അന്ന് C. സുബ്രഹ്മണ്യമാണ് ആദ്യത്തെ മന്ത്രി. അദ്ദേഹം പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ഉണ്ടാവണം, കേരളമാണ് ആദ്യം ഉണ്ടാക്കുന്നത്.
കേരളത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കി. വേറെ സാങ്കേതിക നയം ആദ്യമായിട്ട് ഇവിടെയാണ്, വേറെ ആരും ചെയ്തിട്ടില്ല. ഇതിനൊക്കെ പുറമെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് വെറുതെ ചുമ്മാ അതും ഇതും അങ്ങനെയല്ല ചെയ്യുന്നത്. ആലോചിച്ച് കേരളത്തിൽ ഇപ്പോൾ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസാണ് ആദ്യം. അതായത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ട എക്കണോമിക് പ്ലാൻസ് എങ്ങനെ ഉണ്ടാക്കണം. ആ എക്കണോമിക് പ്ലാനിംഗ് ഒന്നും ഇവിടെ ഇല്ല. അതിനായിട്ട് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എല്ലായിടത്തും വന്നു. അതാദ്യം ഇവിടെ തുടങ്ങുന്നത് രാജൻ്റെയാണ്, CDS. അത് കഴിഞ്ഞ് ഇലക്ട്രോണിക്സ്. കേരള മോഡൽ വരുന്നത് അതിൽ നിന്നാണ്. അതായത് റിസോഴ്സസ് വളരെ കുറവാണെങ്കിലും നമ്മൾ വലിയ അച്ചീവ്മെൻറ്റ്സ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അത് വരുന്നത് ഇവിടെ നിന്ന്. അത് കണ്ടുപിടിക്കുന്നതും അതിനെപ്പറ്റി എഴുതുന്നതും എല്ലാം CDS ആണ്. അത് കഴിഞ്ഞ് KPP നമ്പ്യാരെ വിളിച്ചു, ഇലക്ട്രോണിക്സ്. അതായത് കേരളത്തിൽ നമുക്ക് ഒരുപാട് സ്ഥലമില്ല, 1000 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇല്ല. അതുപോലെ ജനസാന്ദ്രത വളരെ കൂടുതൽ, പിന്നെ നമുക്ക് ഒരുപാട് പണമില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. വലിയ ഇൻഡസ്ട്രീസ് കൊണ്ട് സ്റ്റീൽ ഇൻഡസ്ട്രി അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറ്റിയ ഒരു പോപ്പുലേഷൻ എഡ്യൂക്കേറ്റഡ് യങ് പീപ്പിൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവർക്ക് ജോലി കിട്ടുന്ന എന്താ ഒരു ഇലക്ട്രോണിക്സാണ്. അതിനാണ് ഇലക്ട്രോണിക്സ് ഒരു സെൻട്രൽ റിസർച്ച് ലബോറട്ടറി അവിടെ ഉണ്ടാക്കുന്ന. ഇപ്പോൾ കൺസ്യൂമർ പ്രോഡക്ട്സ്, എൻ്റർടൈൻമെൻറ്റ് എന്തുമായിട്ട് അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കുക, അവിടെ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ മാനുഫാക്ചറിങ്. ആദ്യം 41 വിമൻസ് കോഓപ്പറേറ്റീവ്സ് ദേ സ്റ്റാർട്ടഡ് ദിസ്. അങ്ങനെയാണ് കെൽട്രോൺ. അതെ. പിന്നെയാണ് ചിത്ര വരുന്നത്. ചിത്രയുടെ ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ആൾക്ക് ഹാർട്ടിനോ ബ്രെയിനോ ഒക്കെ സുഖങ്ങൾ വന്നാൽ വെളിയിൽ പോകണം, കേരളത്തിന് സൗകര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകും, സ്പെഷ്യാലിറ്റീസ്. അതിന് പ്രയോജനപ്പെടുന്നത് റിസർച്ച് ചെയ്യാനായിട്ട് അതും ചെയ്യണം. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമാണ്. അങ്ങനെ ഓരോന്നും ആലോചിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമുള്ള ജോലികളാണ് ഇവിടെ എല്ലാം. അതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണം ഇതിന് ഗവേഷണം ചെയ്യാൻ, ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ അതിലൊന്നും ഒരു പരീക്ഷ പാസ്സാകാനും അങ്ങനെ ഒരു കോളേജേ അല്ല ഇത്. അപ്പോൾ ഗവേഷണം മുൻനിർത്തി അതിനായിട്ട് സ്ഥാപനങ്ങളുണ്ടാക്കുക. അത് അച്യുതമേനോൻ്റെയും അന്ന് അദ്ദേഹത്തിൻ്റെ വലങ്കായായിരുന്നു ഗോപാലകൃഷ്ണൻ, PK ഗോപാലകൃഷ്ണൻ. ഇവർ രണ്ടുപേരുമാണ് ഇതൊക്കെ ചെയ്തത്. അവർ സെർച്ച് ആൻഡ് ഐഡൻറ്റിഫൈ എ പേഴ്സൺ. അത് ഇവർ രണ്ടുപേരുമാണ് ചെയ്തത്. അവർക്കൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റേ ഇല്ല. വേണ്ടത് എന്താണെന്നറിയാം, അതിന് തക്ക ആൾ എവിടെയുണ്ട്. സോ KN രാജ് ഡൽഹി റിസൈൻ ചെയ്തെന്ന് കേട്ട ഉടനെ നമുക്ക് ഇവിടെ വിളിക്കാം, ഇവിടെ വിളിച്ചു വരുന്നത്. അപ്പം നമ്പ്യാരെ വിളിച്ചു വരുത്തി. അതുപോലെ എല്ലാ ആളുകളും, ഞാനും വെളിയിലുള്ള ആളാണ്, എന്നെ വിളിച്ചു വരുത്തി. ഒരിക്കലും ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ യാതൊരു സാധ്യതയില്ല. അതെ, വരുന്നു. അങ്ങനെയാണ് പല പ്രാവശ്യം പരാജയപ്പെട്ടു. ഹാർട്ട് വാൽവിന്റെ വികസനം 3-4 തവണ പരാജയപ്പെട്ടു. എങ്ങനെയായിരുന്നു ആ അനുഭവം അത്തരത്തിലുണ്ട്? അത് ഇവിടുത്തെ ഈ ഹാർട്ട് വാൽവ് ഡെവലപ്മെൻറ്റ് വളരെ കോംപ്ലക്സാണ്. എന്താ വെച്ചാൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹാർട്ട് വാൽവ് ഇറ്റ്സ് എ ഫങ്ഷനിങ്. ഒരു ദിവസം 1,00,000 പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. ഒരു വർഷത്തിൽ 365 ലക്ഷം. അതെ, അത് 10 വർഷം അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അത് ഇത്രയും പ്രാവശ്യം കോടിക്കണക്കിന് 336 കോടി പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും വേണം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരുവനന്തപുരത്ത് എന്ത് ഫെസിലിറ്റി ഉള്ളൂ, ഒന്നുമില്ല. ചിത്ര സെൻറ്ററിൽ ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഞങ്ങൾ അതിന് ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനുണ്ട്, എൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്ന എഞ്ചിനീയർ IIT ഞാനിവിടെ വിളിച്ചു കൊണ്ടത് ഭുവനേശ്വർ. പിന്നെ ഒരു വെറ്റിനറി സർജൻ ആർദർ വിജയൻലാൽ. ഞങ്ങൾ 3 പേരാണ് ഇവിടെ ആദ്യം. അപ്പോൾ എല്ലാവർക്കും ഒരു തമാശ, എന്തെന്ന് ഹാർട്ട് വാൽവ്, ഇതൊക്കെ വെറും പടം, അങ്ങനെ പറഞ്ഞ് ഒരു ട്രിവിലൈസ് ചെയ്യുക. അതാണ് ഇവിടെ എല്ലാവരുടെയും. അത് കേരളത്തിലെ ഒരു നമ്മുടെ ഏറ്റവും വലിയൊരു ബാരിയർ ഡെവലപ്മെൻറ്റിന് ഇതാണ്, നമ്മുടെ മനസ്ഥിതി, മൈൻഡ് സെറ്റ്. ഇതൊന്നും ഇവിടെ നടക്കില്ല, ഇതൊക്കെ വെള്ളക്കാരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാം സമ്മതിക്കില്ല. പക്ഷേ അതാണ് മനസ്സിലെ വിശ്വാസം. അതാണ് ഏറ്റവും വലിയൊരു ബാരിയർ. വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഷെൽ, വി ക്യാൻ ഡു. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ആദ്യം ഞങ്ങളത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വാൽവിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. അത് ടെസ്റ്റിൽ ഇടുമ്പോഴത്തേക്ക് ഇറ്റ് ബ്രേക്സ്. അപ്പോൾ ആ ബ്രേക്കേജ് ആനലൈസ് ചെയ്യാനായിട്ട്
അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല, ആർക്കും അറിയാൻ പാടില്ല ഒരു മെറ്റൽ ഫ്രാക്ചർ എങ്ങനെ. സോ വി ഗോ ടു ബാംഗ്ലൂർ, സോ വി ഗെറ്റ് ഇറ്റ് ഡൺ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിങ്ങനെ പലതും ഞങ്ങൾ ബാംഗ്ലൂർ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ സ്പേസ് സെൻറ്റർ വി ഹവ് ഗോൺ, പ്ലാസ്റ്റിക്സിൻ്റെ ആണെങ്കിൽ വി ഗോ ടു നാഷണൽ കെമിക്കൽ ലബോറട്ടറി. ഇതിനൊരു ഈ വാൽവ് തുന്നി പിടിപ്പിക്കാനായിട്ട് ദർ ഇസ് എ സോയിങ് റിങ്, അതൊരു പ്ലാസ്റ്റിക് ഫാബ്രിക്കാണ്, പോളിയസ്റ്റർ. അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന പോളിയസ്റ്റർ ക്ലോത്ത് ആരാ ഉണ്ടാക്കുന്നത്. സോ വി ഗോ ടു കോയമ്പത്തൂർ ടെക്സ്റ്റൈൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് ഗുഡ് വിൽ. അവരിങ്ങനെ ഒരു കാര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, ഹാർട്ട് പേഷ്യൻസിനായിട്ട് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൽ പേഴ്സണലിൻ്റെ ലാഭമൊന്നുമില്ല, ഇറ്റ് ഇസ് എ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ ഒരു നീഡ് ബേസ്ഡ് വി ആർ ഡൂയിങ് റിസർച്ച്. അവർ ചാർജ് പോലും ചെയ്തിട്ടില്ല. ദേ ഡു ദ ടെസ്റ്റ്, ദേ ഗിവ് യു ദ റിസൾട്ട്. വാസ്തവത്തിൽ ഇറ്റ് ഈസ് എൻ ഓൾ ഇന്ത്യ പ്രോഡക്റ്റ്. വി വർ ദ ലീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയാണ്. ആദ്യം എഞ്ചിനീയറിംഗ് ടെസ്റ്റുകളൊക്കെ ചെയ്യണം. അത് തൃപ്തികരമാണെങ്കിൽ ദെൻ ഓൺലി യു ആർ ജസ്റ്റിഫൈഡ് ഇൻ പുട്ടിങ് ഇറ്റ് ഇൻ ഷീപ്പ്. ഞങ്ങൾ വി ചോസ് ദ ഷീപ്പ്, ആടിനെ. അത് വി ഹാവ് ടു ബൈ ഫ്രം തമിഴ്നാട്, അങ്ങനെയുള്ള വിച്ച് ഈസ് ഫെയർ സൈസ്. വി ബോട്ട് ഇറ്റ് ഫ്രം ദർ ഫ്രം കോയമ്പത്തൂർ, വി ബ്രിങ് ഇറ്റ് ഹിയർ. അങ്ങനെയുള്ളത് മിനിമം 3 ആടുകൾ ദാറ്റ് ഷുഡ് സർവൈവ് ഫോർ എ മിനിമം ഓഫ് 3 months. 3 മാസം ഈ വാൽവായിട്ട് ജീവിക്കണം. ആ സമയത്ത് യു ഹാവ് ടു ഡു ഓട്ടോപ്സി, മേക്ക് ഷുവർ യാതൊരു അവയവങ്ങൾക്കും തകരാറൊന്നുമില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടേ നമുക്ക് മനുഷ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പല ഭാഗത്തും നമുക്ക് തെറ്റുകൾ വരാം. ആദ്യം ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടൽ വരും, അത് കഴിഞ്ഞ് ഫാബ്രിക്കേറ്റ് ചെയ്ത് എല്ലാം കൊണ്ട് അസംബിൾ ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ കുഴപ്പം വരും. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ആദ്യം പിന്നെയും ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങും. ഇതാണ് ഇതിലെ പ്രയാസം. 7 വർഷം എന്ന് പറയുമ്പോൾ അത് ആ 3 ഫെയിലിയേഴ്സിൻ്റെ കഥയാണിത്. അപ്പോൾ ആദ്യമായിട്ട് ഹൃദയവാൽവ് പരീക്ഷിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതൊരു മുരളി എന്ന് പറഞ്ഞ ഒരാളാണ്. ഞങ്ങൾ ആദ്യത്തെ ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടി 1990 ഡിസംബർ. അപ്പോൾ അന്ന് മുരളി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ്, അയാളൊരു ടീച്ചറാണെന്ന്, 30 വയസ്സോ മറ്റോ ആയി കാണും. അയോർട്ടിക് വാൽവ് ബാഡ്ലി ഡിസീസ്, ചെസ്റ്റ് പെയിൻ, ജോലി ചെയ്യാൻ വയ്യ, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് വന്നത്. അപ്പോൾ ഹി റിക്വയർസ് എ വാൽവ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിന് ഈ എത്തിക്സ് കമ്മിറ്റി, ഞങ്ങളുടെ എത്തിക്സ് കമ്മിറ്റി അപ്രൂവലൊക്കെ വേണം ഇതിന്. അത് ജസ്റ്റിസ് സുകുമാരനാണ് ഇതിൻ്റെ ചെയർമാൻ. അവർ അപ്രൂവൽ തന്നു. ആദ്യത്തെ 40 എണ്ണം ഞങ്ങളുടെ സെൻറ്ററിൽ മാത്രം ചെയ്യും. അത് ഞാൻ തന്നെ ചെയ്യണം, 1 ഇൻവെസ്റ്റിഗേറ്റ്. അത് ഞങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ പ്രാക്ടീസ് ഞാൻ ഈ പേഷ്യൻസ് വരുന്നവർ ഞാൻ തന്നെ സംസാരിക്കും. ഐ ഹാഡ് എ മോഡൽ ഓഫ് ദ ഹാർട്ട്, എക്സ്പ്ലെയിൻ ഓൾ ദിസ് ടു ദം. കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, സാറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാർ അങ്ങ് ചെയ്താൽ മതി. ദാറ്റ് വാസ് വളരെ ധൈര്യമാണ്, നോ പ്രോബ്ലം. അത് കഴിഞ്ഞ് 6th December ഐ ഡിഡ് ദി ഓപ്പറേഷൻ. ഹി ഡിഡ് വെരി വെൽ. ഇപ്പോഴും എല്ലാ December 6th എന്നെ ടെലിഫോൺ ചെയ്യും, സാറിന് എങ്ങനെ ഇരിക്കുന്നു. അതുമാത്രമല്ല, ഒന്നുകൂടെ പറയണം, ഞങ്ങളുടെ ആദ്യത്തെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് ബ്ലഡ് ബാഗ് എന്ന് പറഞ്ഞാണ്. അതായത് ബ്ലഡ് ഡൊണേഷൻ ആളുകൾ ചെയ്യുമ്പോൾ അത് കളക്ട് ചെയ്ത് ഒരു ബ്ലഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് എടുക്കുന്നത്. അത് അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഈ ബ്ലഡിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് പ്ലേറ്റ്ലെറ്റ്സ് ട്രാൻസ്ഫ്യൂഷൻ വേണമെങ്കിൽ അയാൾക്ക് ഹോൾ ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകം വേർതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബാഗിൽ വെച്ചൊരു റിഫ്രിജറേറ്റർ വെച്ച് സെൻട്രിഫ്യൂഗ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ സ്പീഡ്. അങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് സംവിധാനം ഇല്ലെങ്കിൽ ഈ ബ്ലഡ് വേസ്റ്റ് ചെയ്ത് പോകും. അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് വേണ്ട ആൾക്ക് യു ആർ ഗിവിങ് ഹോൾ ബ്ലഡ്, അത് ഒരിടത്തും ചെയ്യില്ല അങ്ങനെ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ ബ്ലഡ് ബാഗ് വേണം. ആ ബ്ലഡ് ബാഗ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് കോസ്റ്റ്, മില്യൺസ് ആർ റിക്വയർഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫ്യൂഷൻ സർവീസ് ഇന്ത്യക്ക് വേണമെങ്കിൽ യു നീഡ് ബ്ലഡ് ബാഗ്സ്. അത് ഇന്ത്യയിലില്ല. അത് ഞങ്ങൾ ആദ്യത്തെ ടെക്നോളജി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. അത് ഇന്ന് 30 മില്യൺ ബാഗ്സ് ആർ ബീങ് മെയ്ഡ്. തിരുവനന്തപുരത്ത് 2 ഫാക്ടറിയുണ്ട്, 80 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഡെവലപ്പ് ബൈ അസ്. അത് ഡെവലപ്പ് ചെയ്ത ആൾ ഭുവനേശ്വർ വാൽവ് ഡെവലപ്പ് ചെയ്തവരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ട്രെയിൻ ചെയ്ത എഞ്ചിനീയേഴ്സാണ്. വേറെ വെളിയിലൊന്നും അവർ പോയിട്ടില്ല. നോ ഫോറിൻ പാർട്ടിസിപ്പേഷൻ, നോ ഫോറിൻ സപ്പോർട്ട്. വി ഹാവ് ഡൺ ഓൺ അവർ ഓൺ. എന്തായാലും പ്രശസ്തിയുടെയും കണ്ടെത്തലിൻ്റെയും ഒക്കെ വലിയൊരു കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് 90-കളിൽ ശ്രീചിത്രം വിടുന്നത്. 94-ലാണ് ഞാൻ കേരളം വിടുന്നത്. എൻ്റെ 60 വയസ്സായി. അവിടുത്തെ ചിത്രയിലെ എൻ്റെ ടേം കഴിഞ്ഞു. അന്ന് ഞാനിവിടെ ഈ
മാഹെ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകാരം കിട്ടി ഇവിടെ. അന്ന് ഇതിൻ്റെ ചെയർമാനായിരുന്ന ഡോക്ടർ രാംദാസ് പൈ. അത് കഴിഞ്ഞ് നവംബറിൽ ഏതോ ഒരു മീറ്റിങ്ങിന് ഞാൻ ഡൽഹിക്ക് പോകുമ്പോൾ ഡോക്ടർ രാംദാസ് പൈ ബോംബെ എയർപോർട്ടിലുണ്ട്. ബോംബെ ഫ്ലൈറ്റ് മാറിക്കയറണം. അപ്പോൾ ഡോക്ടർ പൈ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ അവിടുന്ന് ചിത്ര വിടുകയാണോ? ഞാൻ പറഞ്ഞു എൻ്റെ റിട്ടയർമെൻറ്റാണ്, ഞാൻ വിടുകയാണ്. അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ 20 വർഷം ഇരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം പോലും ഒരു വെക്കേഷനോ ഒന്നും എടുത്തിട്ടില്ല. അതെ, അവിടെ അഡ്മിനിസ്ട്രേഷനുണ്ട്, സർജറി ഉണ്ട്, റിസർച്ചുണ്ട്, പിന്നെ ഗവൺമെൻറ് കമ്മിറ്റികളിലുള്ള എനിക്ക് യാതൊരു ശാന്തമായിട്ടൊരു ജീവിതം എനിക്കില്ല. ഞാൻ പറഞ്ഞു എനിക്കതുകൊണ്ട് കുറച്ചൊരു പുസ്തകം എഴുതണമെന്നൊക്കെ ഉണ്ട്. എന്ത് പുസ്തകമാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ശാന്തമായിട്ടിരിക്കണം, അതേ ഉള്ളൂ ഞാൻ. അപ്പോൾ അദ്ദേഹം ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ മണിപ്പാൽ ഇതൊരു യൂണിവേഴ്സിറ്റി ആകാൻ പോവുകയാണ്, ഞാൻ നാളെ എൻ്റെ മീറ്റിംഗാണ് ഡൽഹിയിൽ, ഞങ്ങളുടെ വൈസ് ചാൻസലറായിട്ട് വരണം, പുസ്തകം എഴുതാമല്ലോ എന്ന് അദ്ദേഹമാണ് അവിടെ വെച്ച് പറയുന്നത്. അതെ, അങ്ങനെയാണ് ആദ്യം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആലോചനയില്ല ഈ മണിപ്പാൽ വരുന്നത്. അപ്പോൾ അത് പലരും പറയും മണിപ്പാൽ ഒരു ക്യാപിറ്റേഷൻ ഫ്രീ കോളേജാണ്, അങ്ങനെയൊക്കെ ഒരു പെജോറേറ്റീവ് തരത്തിലാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി ശരിയായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം. അത് അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ 5 വർഷം ആണ് വൈസ് ചാൻസലറുടെ ടേം. അത് കഴിഞ്ഞ് ഈ എക്സ്റ്റൻഷൻ, നമ്മുടെ മലയാളത്തിൽ പറയുമല്ലോ, ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. ഏച്ച് കെട്ടരുത്. ഒരു ജോലി തീർന്നാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക, വേറെ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ പഴയ പുസ്തകം എഴുതാനുള്ള ആലോചന പിന്നെയും വന്നു. അത് കുറേയൊക്കെ തിരിഞ്ഞ് പറഞ്ഞു കൊടുക്കുക. ഒരു ആയുർവേദത്തിൻ്റെ ചരിത്രം ശരിയായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യാനല്ല. പക്ഷേ അതിൽ ഇത്രയും വർഷം ഞാൻ ചിത്രയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഒടുക്കം 1990s വരുമ്പോഴത്തേക്ക് എനിക്കൊരു ചിന്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് എനിക്കതില്ല. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന മുറിയിൽ ഒരു 10 പേര് കാണും, മനുഷ്യർ, രോഗി, ഡോക്ടർമാർ, നഴ്സസ്, എല്ലാവരും. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, എക്വിപ്മെൻ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷേ അതിൽ ഈ മനുഷ്യർ അത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ തിയേറ്റർ ഡിസൈൻ മുതൽ ഈ ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള കോൺസെപ്റ്റ്, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ടും ലങ്സും നിർത്തുകയാണ്, അതൊരു മെഷീനാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാമെന്നുള്ള കോൺസെപ്റ്റ് അവിടെ തുടങ്ങി. ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ്, മരുന്നുകൾ ഉപയോഗിക്കുന്നത്, ഈ സകലതും വെളിയിൽ നിന്ന് വരിക. ഇതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, എന്താ ഇങ്ങനെ നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഈ കാർഡിയാക് സർജറി മാത്രമല്ല, ഏത് സ്പെഷ്യാലിറ്റി, ന്യൂറോ സർജറി എടുത്തോളൂ, കിഡ്നി ട്രീറ്റ്മെൻറ്റ്, ഏത് നോക്കിയാലും ഇതെല്ലാം വെളിയിൽ നിന്ന് വരുന്നതാണ്. ഇന്ത്യയുടേതായിട്ടൊന്നുമില്ല. അപ്പോഴെനിക്ക് ഓർമ്മ വന്നു, ഷോക്ലി എന്ന് പറഞ്ഞൊരു വലിയ ഫിസിസിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ 1960s അദ്ദേഹം ഈ നോബൽ പ്രൈസ് കിട്ടി. അദ്ദേഹം പറഞ്ഞു അന്ന് ഈ ഇങ്ങനെയുള്ള റെവല്യൂഷണറി ഡിസ്കവറീസ്, വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുക ശാസ്ത്രത്തിൽ, അത് ഈ വെള്ളക്കാർക്ക് സാധിക്കും, മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ഇതൊന്നും നടക്കില്ല. അദ്ദേഹത്തിന് ഒരുപാട് പേര് ശകാരിച്ചു, പക്ഷേ അദ്ദേഹം ഒരിക്കലും അഭിപ്രായം മാറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? 280 വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചു. ഈ മോഡേൺ മെഡിസിൻ കൊണ്ടുവന്ന അവരാണ്. അന്ന് ഇന്ത്യക്കാർക്ക് ഡോക്ടർമാരായി, മെഡിക്കൽ കോളേജുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരൊറ്റ ഒരെണ്ണമെങ്കിലും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴാണ് എനിക്ക് തോന്നുക, ഈ നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രംഗം ഇത് 250 വർഷമല്ല, എത്രയോ വർഷമായിട്ട് നമുക്കിവിടെ, ബുദ്ധൻ്റെ കാലത്തുണ്ട് ഇവിടെ ചികിത്സ എന്നുള്ള ടേം ബുദ്ധമതത്തിൽ അത് അവർ ആയുർവേദം എന്ന് പറയുകയില്ല. ബുദ്ധിസ്റ്റ് പുസ്തകങ്ങളിലെല്ലാം, അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരിക്കലും ആയുർവേദം എന്നുള്ള പേര് കാണില്ല. എല്ലാം ചികിത്സ എന്നേ കാണുള്ളൂ. അവരുടെ കാലത്തുണ്ട് ഇത്. ആയുർവേദം എന്ന് നമ്മൾ പറയുന്ന പലതും പഞ്ചകർമ്മ ഇതൊക്കെ അന്നും ചെയ്യും. പക്ഷേ ആ വേദം, ഈ ആയുർവേദം എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും വർഷം മുമ്പ് ഈ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആ കാലത്ത് എന്തെങ്കിലും ഒറിജിനലായിട്ട് അവരാലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇവിടുത്തെ വൈസ് ചാൻസലർഷിപ്പ് കഴിഞ്ഞ്
എഴുതണം എന്തെങ്കിലും. അപ്പോൾ അതിന് ഈ 19-ാം നൂറ്റാണ്ടിൽ, നേരത്തെ ഞാൻ പറഞ്ഞത്, ആ 19-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ നമ്മുടെ എന്തായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അവസ്ഥ, അത് ബ്രിട്ടീഷുകാർ എഴുതിയ റിപ്പോർട്ടുകളുണ്ട്. അത് ധരംപാൽ ചെയ്തതുപോലെ കുറേ കൂടെ വിശദമായിട്ട് അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ട്രീ അതിൽ അതിലൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അതിലും വളരെ കൂടുതൽ ഇംഗ്ലണ്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇത് യു ടേക്ക് ദാറ്റ്. അപ്പോൾ അത് അങ്ങനെ വേണോ അതോ ചെറുകൻ വേണോ, അതിങ്ങനെ ആലോചിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് ഞാൻ ബനാറസിൽ പോയി അവിടുത്തെ മ്യൂസിയം, കലാഭവൻ മ്യൂസിയം കാണാൻ പോയി. അവിടെയാണ് ഈ ചെറുകൻ്റെ പെയിൻറ്റിങ് ഞാൻ കാണുന്നത്, റോറിച്ചിൻ്റെ പെയിൻറ്റിങ്. അപ്പോഴാണ് എനിക്ക് MT വാസുദേവൻ നായരുടെ മെറ്റഫർ, ഇത് ഞാൻ ചെറുകനെ അന്വേഷിക്കുമ്പോൾ അതോ ചെറുകൻ വേണോ വേറെ എന്തൊക്കെ ഞാൻ ആലോചിക്കുന്ന ആ കാലത്ത് ചെറുകൻ തന്നെ ഉണ്ടോ എന്ന് പറയും. എന്നോട് പറ്റി എഴുതിയാൽ മതി. അങ്ങനെ അത് എനിക്ക് ഉടനെ എൻ്റെ മനസ്സ് തീർച്ചയായും അങ്ങനെയാണ് ഞാൻ ചെറുകനിലെത്തുന്നത്. ചെറുകൻ്റെ പുസ്തകം ഒരു ആയുർവേദം മാത്രമല്ല. അതിൽ ചരക വാസ് എ ഗ്രേറ്റ് ഫിലോസഫർ, ഹു വാസ് ഓൾസോ എ ഗ്രേറ്റ് ഫിസിഷ്യൻ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫിലോസഫി ദർശനങ്ങൾ നോക്കുക, അതിൽ സാഖ്യദർശനം വളരെ, സാഖ്യ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ്, ഈ ഭഗവത്ഗീതയിലൊക്കെ സാഖ്യത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ് വാസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിസ്റ്റംസ് ഓഫ് ഫിലോസഫി. പക്ഷേ അത് സാഖ്യത്തിൽ 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഈ പരിണാമം. നമ്മൾ ഈ കാണുന്ന ഇത്ര വെരി ഡിഫറെൻറ്റ് ഡൈവേഴ്സ് ഉള്ള ഈ യൂണിവേഴ്സ് ഓർ യൂണിവേഴ്സസ്, ഇതെങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ കലാശിക്കും, അതിനെപ്പറ്റി അവർ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സാഖ്യത്തിൽ പറയുന്നത് ആദ്യം അവ്യക്ത എന്ന് പറഞ്ഞൊരു ഇൻഡിറ്റർമിനേറ്റ്, ഇൻഡിഫൈനബിൾ, പ്രിമോഡിയൽ ടൈപ്പ് ഓഫ് എക്സിസ്റ്റൻസ്. അത് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കില്ല, കാണാനൊക്കില്ല, കേൾക്കാനൊക്കില്ല, അങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ്. ബട്ട് ഇറ്റ് ഈസ് ദെയർ. അതാണ് തുടക്കം. അത് കുറേ കഴിയുമ്പോൾ there is a certain amount of intelligence. It happens. അതാണ് മഹത് എന്നാണ് അതിൻ്റെ വാക്ക്. ബുദ്ധി എന്നും പറയും, മഹത്. അതാണ് നെക്സ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വേഷനാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ കളക്റ്റീവ് തിങ് ഇൻ ദ ബിഗിനിങ്. ദാറ്റ് ബിഗിൻസ് ടു ഫ്രാഗ്മെൻറ്റ്. ഇൻഡിവിജ്വേഷൻ കംസ്. അതാണ് അടുത്ത സ്റ്റേജ്. അത് 5. അത് കഴിഞ്ഞിട്ട് then 5 മഹാഭൂതാസ് കം. അഗ്നി, അപ്പ്, വാട്ടർ, എയർ, ഫയർ, എർത്ത്, അതങ്ങനെ അത് വരും അടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ദ്രിയങ്ങൾ വരുന്നത്, ഓൾ ദ സെൻസസ്. ആൻഡ് സെൻസസ് വന്നു കഴിഞ്ഞാൽ ഹിയറിങ്, സീയിങ്, ടച്ചിങ് ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെ ആ 5 ഇന്ദ്രിയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങൾക്ക് തൊടാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? there must be something for the eye to see, something for the ear to hear. അങ്ങനെയുള്ള ഓബ്ജക്ട്സ്, ഇന്ദ്രിയാർത്ഥാസ്, അത് വരും. അപ്പോൾ ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ 24 ചതുർവിംശതി, 24 ആദ്യത്തെ എവല്യൂഷൻ ഇതാണ്. പക്ഷേ നമ്മുടെ ഡാർവിനിയൻ എവല്യൂഷൻ പോലെ അല്ല ഇത്. ഈ 24 വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്? ഡാർവിൻ്റെ ആണെങ്കിൽ ഇറ്റ് വിൽ കീപ്പ് ഓൺ ഗോയിങ്, സംഭവിച്ചുകൊണ്ട്. ഇതങ്ങനല്ല. ഇത് കുറേ കഴിയുമ്പോൾ ഇൻഫിനിറ്റ് ടൈം all this will dissolve and it will become avyakta again. It is a cyclical, it keeps on going. അങ്ങനെയാണ് നമ്മുടെ. Now this is the ചരകസ്. ചരകൻ്റെ ഈ 24 ചതുർവിംശതിയിൽ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിന് സ്ഥാനമില്ല. ഈശ്വരൻ എന്നുള്ളതല്ല, there is no external agent. It is all what is within this. Within that there is no place for any external intervention. ഗോഡ് വരികയാണ്, ഈസ് ഫ്രം എക്സ്റ്റേണൽ. പക്ഷേ ഭഗവത്ഗീതയുടെ കാലം വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ക്ലിയർലി സേസ് ഇത് രണ്ട് മാത്രം. ഈ പ്രകൃതി നമ്മൾ പറയുന്നത് ആദ്യത്തെ ആ പഞ്ചഭൂതാസ്, അതിന് ഏർലിയറായിട്ടുള്ള 3 ദാറ്റ് മഹത്തൻ, അത് ആ 8 അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതി എന്ന് പറയുമ്പോൾ ഇൻ ഫിലോസഫി ദാറ്റ് ഈസ് ദ പ്രകൃതി. അതിൻ്റെ എവല്യൂഷനാണ് നമ്മൾ ഈ കാണുന്നത്.
അപ്പോൾ അതിനോടുകൂടി ജീവാത്മാവെന്ന് പറയാവുന്ന ഒരെണ്ണം കൂടെ ഒരു പ്രകൃതിയാണ്. ഭഗവത്ഗീതയിൽ പറയുന്ന 2 പ്രകൃതികളുണ്ട് എൻ്റെ ആണ്. അതിലൊന്ന് ഇതാണ് ഈ പറഞ്ഞ 8 എണ്ണം. വേറെ ഒരു പ്രകൃതിയുണ്ട്, അത് ജീവാത്മാവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗീതയിൽ പറയുന്നുണ്ട് ഇത് രണ്ടും അല്ലാണ്ട് അതിന് പുറത്തൊരു പരമാത്മാവുണ്ട്, അതിനെയാണ് പുരുഷോത്തമാവെന്ന് ഞങ്ങൾ പറയുന്നത്. സോ ദർ ഇസ് എ പഞ്ചാമത് ഒരു 5th ഈ ഇൻട്രൊഡ്യൂസസ് 25th, 25ാമത്തെ ശക്തി. അതാണ് ഒരു സേശ്വര സാഖ്യ, ഈശ്വരനുള്ള സാഖ്യ. ഈശ്വരകൃഷ്ണൻ്റെ അത് 25ആയി. പക്ഷെ ഇതിനൊക്കെയുള്ള കാരണം എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഐ എം നോട്ട് എ ഫിലോസഫർ, ബട്ട് ഐ തിങ്ക് ഈ മൂലസാഖ്യ 24 അതൊക്കെ എസെൻഷ്യലി ഇറ്റ് ഇസ് എ വെരി ഹാർഷ് ഡോക്ട്രിൻ. എന്നുവെച്ചാൽ ദ ഹ്യൂമൻ മൈൻഡ് വെൻ വി ആർ സഫറിങ് COVID, lots of people are dying. We cannot solve these problems. We may solve it, പക്ഷെ ആ സഫറിങ് വരുമ്പോൾ our dear ones are dying. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് we want to have some consolation. Not only here, Christian religion, you look at them. How much of they are some comfort. We must have, we need that. That is how it comes. You cannot say we are inventing God. It is not that. We fail to recognize Him. Now we recognize Him. That is what ഇപ്പോൾ ശങ്കരാചാര്യ തന്നെ അദ്വൈത വേദാന്ത he was very much like this. അതിൽ വേറെ ഒന്നിനും സ്ഥാനമില്ല, എല്ലാം ബ്രഹ്മ, ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണ്, ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണെന്ന് പറഞ്ഞ് ശങ്കരാചാര്യ തന്നെ. വെരി ഹാർഷ് സാഖ്യ. അദ്ദേഹം തന്നെയാണ് ഭജഗോവിന്ദം എഴുതുന്നത്. അത് മുഴുവനും ഭക്തിയാണ്. We are asking for pardon, asking for mercy, love and affection. So I think it's a question of taste. If you are a very harsh, strict kind of person, you don't believe in values like tenderness, kindness, അതൊന്നും ഇല്ലാത്തൊരു ലോകം എനിക്കതിൽ ജീവിക്കാൻ ഇഷ്ടമല്ല. വാസ്തവം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ലോകത്ത്, a harsh, mechanical world where everything goes according to law. Who wants to live in a world like that?